വലിയ സുരക്ഷാ വീഴ്ചയാണ് ഇപ്പോൾ ചെങ്കോട്ടയിൽ നടന്നിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ വരികയാണ്. സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ജൈന ഉത്സവം നടക്കുകയുണ്ടായി. ഈ ജൈന ഉത്സവത്തിൽ ചെങ്കോട്ടയിൽ നിന്ന് 1.5 കോടി രൂപ വിലമതിക്കുന്ന ഒരു സ്വർണ്ണ കലശം മോഷണം പോയിരിക്കുകയാണ്. പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതാരാണെന്ന് പറയാം. അതായത് ഡൽഹിയിലെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ചെങ്കോട്ടയിൽ നടന്ന ഒരു ജൈന ഉത്സവം. ആ ഉത്സവത്തിന് ദശലക്ഷൻ മഹാപർവ് എന്നാണ് ഇതിനെ പറയുന്നത്. അതിന് വജ്രങ്ങൾ, മാണിക്യങ്ങൾ, മരതകം എന്നിവ പതിപ്പിച്ച ഏകദേശം 1.5 കോടി രൂപ വിലമതിക്കുന്ന സ്വർണ്ണ കലശം ഇതിനിടയിൽ മോഷണം പോയി. 900 ഗ്രാമോളം ഭാരമുള്ള ഈ കലശം ഡൽഹി ആസ്ഥാനമായിട്ടുള്ള വ്യവസായി സുധീർ കുമാർ ജെയിനിൻ്റേതായിരുന്നു. 10 ദിവസത്തെ ചടങ്ങുകൾക്കായി അദ്ദേഹം ഇത് കൊണ്ടുവന്നിരുന്നു. വിലയേറിയ പുരാവസ്തു ഉണ്ടെന്ന് സംശയിക്കുന്ന ബാഗുമായി മോഷ്ടാവ് ജൈന പുരോഹിതന്റെ വേഷം ധരിച്ച് കടന്നു പോകുന്നത് CCTV ദൃശ്യങ്ങളിലുണ്ട്. ഞായറാഴ്ച രാവിലെ 9:26 മോഷണം നടന്നത്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉൾപ്പെടെ പ്രമുഖർ വേദിയിൽ സന്നിഹിതരായിരുന്നു. ജൈന സന്യാസിമാരിൽ നിന്ന് അനുഗ്രഹം വാങ്ങി. എന്തായാലും പ്രതികൾ ഈ കൃത്യം നടത്തിയപ്പോൾ സംഘാടകർ അതിഥികളെ സ്വാഗതം ചെയ്യുന്ന തിരക്കിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഈ ഒരു സ്വർണ്ണക്കുടം നഷ്ടപ്പെട്ടതിൽ ദുഃഖം പ്രകടിപ്പിച്ച സുധീർ ജെയിൻ ആ കലശം പൂർവികരുടെ സ്വത്താണെന്നാണ് പറയുന്നത്. ഇതെൻ്റെ പിതാവിൻ്റെ കാലം മുതലുള്ളതാണ്. ഞങ്ങൾ ആരാധനയ്ക്കിടെ മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ. പോലീസ് ഉടൻ തന്നെ ഇത് വീണ്ടെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നും ഇയാൾ പറയുന്നുണ്ട്. എന്തായാലും പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും എത്രയും വേഗം അറസ്റ്റ് ചെയ്യുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് ഡൽഹി പോലീസ് സ്ഥിരീകരിച്ചു. ചെങ്കോട്ടയ്ക്കുള്ളിലെ ഉന്നത മതസമ്മേളനങ്ങളിലെ സുരക്ഷാ വീഴ്ചകളെക്കുറിച്ച് ഈ സംഭവം വലിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.